വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഇത്രയും വർഷങ്ങളും പണവും നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് നിങ്ങൾ സ്വയം പറയും. ആ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടാക്കാൻ എനിക്ക് വെറും 10 മിനിറ്റ് മാത്രം മതി. നിങ്ങൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന്റെ ഏത് ഘട്ടത്തിലാണ് എങ്കിലും, നോർമലി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണെങ്കിലും, ഈ വീഡിയോയിലെ അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യത്തെയാണ് ബോധപൂർവം തള്ളിക്കളയുന്നത്. കാരണം യൂട്യൂബിൽ ഇന്ന് വരെ ആരും പറയാത്ത ഒരു അറിവാണ് അടുത്ത നിമിഷങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്, അതും ഫ്രീ ആയിട്ട്. പലരും വിചാരിക്കുന്നത് വലിയ ചികിത്സകൾ ചെയ്താൽ മാത്രം മതി എന്നാണ്. എന്നാൽ ലക്ഷങ്ങൾ മുടക്കുന്ന IVF ചികിത്സ പോലും 80% പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഗർഭപാത്രത്തിലെ രക്തയോട്ടവും അണ്ടത്തിന്റെ ഗുണനിലവാരവും കൂട്ടാൻ പുറമേ നിന്ന് തരുന്ന കെമിക്കൽ ഗുളികകളേക്കാൾ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യം പ്രകൃതിദത്തമായ റൂട്ട് ലെവൽ പോഷകങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഫെർട്ടിലിറ്റി സിസ്റ്റം പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കെൽപ്പുള്ള വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരാഗത ഡ്രിങ്ക് എങ്ങനെ ശാസ്ത്രീയമായി തയ്യാറാക്കണം എന്ന് ഞാൻ പറഞ്ഞു തരാം. വെറുതെ യൂട്യൂബിൽ നോക്കി എന്തെങ്കിലും അരച്ചു കുടിക്കുന്ന പരിപാടിയല്ല ഇത്. ഈ കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ വരും മാസങ്ങളിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കളയാൻ പോകുന്ന ലക്ഷക്കണക്കിന് രൂപയും നിങ്ങളുടെ മാനസിക സങ്കടങ്ങളും നിങ്ങൾക്ക് ലാഭിക്കാം. കാരണം ഇതിലെ ഓരോ മിനിറ്റിലും നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകളെയും ഗർഭപാത്രത്തെയും പ്രകൃതിദത്തമായി റീബൂട്ട് ചെയ്യാനുള്ള ഫോർമുലയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ചലഞ്ചാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഈ മിനിറ്റുകൾ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രം മുന്നോട്ട് കാണുക. നമുക്ക് നേരിട്ട് തന്നെ ഒട്ടും സമയം കളയാതെ ആ അത്ഭുത കൂട്ടിലേക്ക് കടക്കാം. പലതവണ പ്രഗ്നൻസി ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഒരു IVF ഫെയിലിയർ കഴിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് നല്ലൊരു ഡോക്ടറെ കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വില കൂടിയ മരുന്നുകൾ കഴിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാത്തത് എന്നാണോ? എന്നാൽ ഡോക്ടർമാർ പോലും നിങ്ങളോട് പറയാൻ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു കയ്പുള്ള സത്യമുണ്ട്. പുറമേ നിന്ന് എത്ര വലിയ ചികിത്സകൾ ചെയ്താലും നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലെ കോശങ്ങൾ ഒരു ഭ്രൂണത്തെ സ്വീകരിക്കാൻ പാകത്തിൽ സജ്ജമല്ലെങ്കിൽ നിങ്ങൾ എത്ര കോടികൾ മുടക്കിയാലും ഫലം പൂജ്യമായിരിക്കും. പലരും വിചാരിക്കുന്നത് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് കേവലം ഹോർമോണിൻ്റെയോ അല്ലെങ്കിൽ പാരമ്പര്യത്തിൻ്റെയോ മാത്രം പ്രശ്നമാണ് എന്നാണ്. എന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിനറൽ കുറവ് നിങ്ങളുടെ ഗർഭധാരണ സാധ്യതകളെ 80% ഇല്ലാതാക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? അതാണ് കാൽഷ്യം. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കുറയുമ്പോൾ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കും. വിട്ടുമാറാത്ത തളർച്ച, സന്ധിവേദന, പേശികളുടെ ബലക്കുറവ്, വിറ്റാമിൻ കുറവ്. ഇങ്ങനെയുള്ള ഒരു ശരീരത്തിന് എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു അണ്ടത്തെ ഉൽപ്പാദിപ്പിക്കാനോ ഒരു കുഞ്ഞിനെ 9 മാസം വയറ്റിൽ താങ്ങാനോ കഴിയുക? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങൾ ദിവസവും പാല് കുടിക്കുന്നുണ്ട്, കാൽഷ്യം അടങ്ങിയ ടാബ്ലറ്റുകൾ കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് കാൽഷ്യം കുറയുന്നത്? അവിടെയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അമളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് നമ്മുടേത്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ 85%-ലധികം സ്ത്രീകളിലും മാരകമായ കാൽഷ്യം കുറവുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കുടിക്കുന്ന സാധാരണ പശുവിൻ പാലും പാക്കറ്റ് പാലും നമ്മുടെ ശരീരം പൂർണ്ണമായി ആഗിരണം ചെയ്യുന്നില്ല. അത് പലപ്പോഴും വയറ്റിൽ ഗ്യാസും ദഹനക്കേടും ഉണ്ടാക്കിയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഇതിനൊരു പരിഹാരമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. വലിയ ഡോക്ടർമാരും ആയുർവേദ വിദഗ്ധരും ഒരുപോലെ നിർദ്ദേശിക്കുന്ന സാധാരണ പശുവിൻ പാലിനേക്കാൾ എത്രയോ ഇരട്ടി പോഷകഗുണമുള്ള പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു അത്ഭുത പാലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതാണ് മുളപ്പിച്ച റാഗിപ്പാല്, സ്പ്രൗട്ടഡ് റാഗി മിൽക്ക്. വെറും 100 ഗ്രാം റാഗിയിൽ 300 മുതൽ 350 മില്ലിഗ്രാം വരെ പ്രകൃതിദത്തമായ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അണ്ടത്തിന്റെ ഭിത്തിയെ ബലപ്പെടുത്താനും ഗർഭപാത്രത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കും. സാധാരണ റാഗി കഴിക്കുന്നതും ഈ രീതിയിൽ മുളപ്പിച്ച പാൽ എടുക്കുന്നതും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്നാൽ ഈ റാഗിപ്പാൽ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? അതിൽ ചേർക്കേണ്ട ആ രഹസ്യക്കൂട്ട് എന്താണ്? അത് അടുത്ത ഭാഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായ അളവുകളോടെ പറഞ്ഞു തരാം. ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും ഇതിന്റെ ഗുണം മാറിപ്പോയേക്കാം. ശ്രദ്ധിച്ചു കാണുക. ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക, കടയിൽ നിന്ന് റാഗിപ്പൊടി വാങ്ങി വെള്ളത്തിൽ കലക്കി തിളപ്പിച്ച് കുടിക്കുന്ന പരിപാടിയല്ല ഇത്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഇൻഫെർട്ടിലിറ്റി മാറില്ലെന്ന് മാത്രമല്ല, അത് നിങ്ങളുടെ വയറിന് കടുത്ത ദഹനക്കേടും ഗ്യാസും ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങളുടെ ഫെർട്ടിലിറ്റി അവയവങ്ങളെ ഉണർത്താൻ ഇതിലെ 4 ഘട്ടങ്ങളിലെ ഓരോ ഘട്ടവും വളരെ ശാസ്ത്രീയമായി ചെയ്യണം. ആദ്യമായി ഒരു കപ്പ് നല്ല മുഴുവൻ റാഗി ധാന്യങ്ങൾ എടുക്കുക. ഇത് വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം ശുദ്ധമായ വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ ഏകദേശം 10 മുതൽ 12 മണിക്കൂർ വരെ ഇത് കുതിർക്കാൻ വെക്കുക. അടുത്ത ദിവസം രാവിലെ ഈ വെള്ളം പൂർണ്ണമായി
നന്നായി അരിച്ചു കളയണം. ഇനിയും ഈ കുതിർത്ത റാഗി വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ മുറുക്കി കെട്ടി ഈർപ്പമുള്ള ഒരു ചൂടുള്ള സ്ഥലത്ത് 24 മുതൽ 36 മണിക്കൂർ വരെ വെക്കുക. ഇതിലൊരു ചെറിയ വെളുത്ത മുളകൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാണ് നമ്മൾ ഇത് മുളപ്പിച്ചതെന്ന് അറിയാമോ? വെറും രാഗി എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒന്നാണ്. എന്നാൽ അത് മുളയ്ക്കുമ്പോൾ ആ ധാന്യം ലൈവ് ആകുന്നു. അതിലെ എൻസൈമുകൾ ഉണരുകയും പോഷകങ്ങൾ ശരീരത്തിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാകത്തിലാവുകയും ചെയ്യും. സാധാരണ റാഗിയിലുള്ള മിനറൽ അബ്സോർപ്ഷൻ തടയുന്ന ആന്റി ന്യൂട്രിയന്റുകൾ ഇല്ലാതാവുന്നത് കൊണ്ട് ഇത് ശരീരത്തിന് വളരെ ലൈറ്റും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായി മാറുന്നു. ഈ മുളപ്പിച്ച റാഗി നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന ആ ഒരു പ്രധാന കൂട്ടാണ് 1/2 കപ്പ് പച്ചത്തേങ്ങ കഷ്ണങ്ങൾ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. പലരും വിചാരിക്കും തേങ്ങ ചേർത്താൽ കൊഴുപ്പ് കൂടും എന്ന്. എന്നാൽ ഈ പച്ച തേങ്ങയിലുള്ളത് നാച്ചുറൽ ഹെൽത്തി ഫാറ്റുകളാണ്. സ്ത്രീകളിലെയും പുരുഷന്മാരിലെയും സെക്സ് ഹോർമോണുകൾ ശരിയായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ ഈ നല്ല കൊഴുപ്പ് നിർബന്ധമാണ്. മാത്രമല്ല ഇത് റാഗിയിലെ പോഷകങ്ങളെ ശരീരത്തിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യാൻ സഹായിക്കും. ഇനിയും ഈ അരച്ച മിശ്രിതം ഒരു നേർത്ത കോട്ടൺ തുണിയിലൂടെയോ അരിപ്പയിലൂടെയോ നന്നായിട്ട് പിഴിഞ്ഞ് പാൽ എടുക്കുക. ഇവിടെ വെച്ച് നിർത്തരുത്. ഈ ബാക്കി വരുന്ന ചണ്ടി വീണ്ടും മിക്സിയിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് ഒന്നുകൂടി അരച്ച് രണ്ടാം പാലും എടുക്കുക. ഈ ഡബിൾ എക്സ്ട്രാക്ഷൻ വഴി റാഗിയുടെ ഒരു തുള്ളി ഗുണം പോലും നഷ്ടപ്പെടാതെ മുഴുവനായിട്ട് നമുക്ക് ലഭിക്കും. ഇനിയും ഈ എടുത്ത പാൽ ഒരു പാത്രത്തിൽ ഒഴിച്ച് ചെറിയ തീയിൽ വെച്ച് തുടർച്ചയായി ഇളക്കിക്കൊണ്ട് നന്നായിട്ട് വേവിക്കുക. ദയവായി ഈ ഘട്ടത്തിൽ ധൃതി കാണിക്കരുത്. കാരണം പച്ച റാഗി ഗർഭപാത്രത്തിന് നല്ലതല്ല. അത് ദഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ നന്നായി വെന്ത് കഴിയുമ്പോൾ ഇത് അമൃത് പോലെ ലൈറ്റ് ആകും. ഇത് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള ഏലക്കാപ്പൊടിയും ഒരു ചെറിയ സ്പൂൺ ചുക്കുപൊടിയും മധുരത്തിനായിട്ട് അല്പം ശുദ്ധമായ കരിപ്പെട്ടിയോ ശർക്കരയോ ചേർക്കാം. ഇതിലെ ചുക്കും ഏലക്കയും നിങ്ങളുടെ ഗർഭപാത്രത്തിലെ അനാവശ്യ ഗ്യാസിനെ പുറന്തള്ളാൻ സഹായിക്കുന്നതാണ്. പ്രകൃതി നൽകിയ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഫെർട്ടിലിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക് തയ്യാറായി കഴിഞ്ഞു. പക്ഷേ ഇത് ഉണ്ടാക്കി കുടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇത് കുടിക്കുന്നതിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തെറ്റുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. അത് തെറ്റിയാൽ ഈ കുടിച്ചതൊക്കെ വെറുതെയാകും. അതെന്താണെന്ന് അടുത്ത ഭാഗത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഈ റാഗിപ്പാൽ കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒന്നെങ്കിൽ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് 1 മണിക്കൂർ മുൻപായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താണ്. എന്നാൽ ഇവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഹെവി മീൽ കഴിക്കുന്നതിന് 1 മണിക്കൂർ മുൻപോ അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞോ മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. ആഹാരത്തോടൊപ്പം ഇത് കുടിച്ചാൽ ദഹനം തകിടം മറിയും. പലരും വിചാരിക്കും കൂടുതൽ കുടിച്ചാൽ പെട്ടെന്ന് ഗർഭിണിയാകാമെന്ന്. ദയവായി ആ തെറ്റ് ചെയ്യരുത്. ഒരു ദിവസം 1 കപ്പ് മാത്രം കുടിക്കുക. കാരണം ഇത് പോഷകങ്ങളാൽ സമ്പന്നമായതുകൊണ്ട് തന്നെ അമിതമായാൽ വയറിന് കട്ടിയും അസ്വസ്ഥതയും ഉണ്ടാക്കും. നിങ്ങളുടെ ദഹനശക്തി കുറവാണെങ്കിൽ ആദ്യം 1/2 കപ്പ് കുടിച്ചു തുടങ്ങി പതുക്കെ 1 കപ്പിലേക്ക് എത്തിക്കുക. എപ്പോഴും നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതികരണം ശ്രദ്ധിക്കുക. ഇനി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന IVF ചെയ്യുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഞങ്ങൾക്ക് ഇത് കുടിക്കാമോ? പ്രത്യേകിച്ചും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഇത് സുരക്ഷിതമാണോ? നിങ്ങൾ സാധാരണ രീതിയിൽ നോർമലി ശ്രമിക്കുന്നവരാണ് എങ്കിലും ലക്ഷങ്ങൾ മുടക്കി IVF പ്രൊസീജിയറിലേക്ക് കടക്കുന്നവരാണ് എങ്കിലും ഇത് ഒരുപോലെ അമൃതമാണ്. IVF ചെയ്യുന്നവർ ട്രാൻസ്ഫറിന് 2-3 മാസം മുൻപ് മുതൽ ഇത് കുടിക്കുന്നത് ഗർഭപാത്രത്തിന്റെ ഉൾപാളിയായ എൻഡോമെട്രിയം ആവശ്യത്തിന് കട്ടിയുള്ളതാക്കാൻ സഹായിക്കും. എന്നാൽ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം കുടിക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അമിത ചൂടോടെ കുടിക്കരുത്. ശരീരം പെട്ടെന്ന് ചൂടാകാൻ പാടില്ല. ചെറു ചൂടിൽ മാത്രം കുടിക്കുക. അടുത്തതായിട്ട് നന്നായി വേവിച്ചിരിക്കണം. പച്ച റാഗിയുടെ അംശം ഉണ്ടാകരുത്. പിന്നെ IVF മരുന്നുകൾ കാരണം മലബന്ധം ഉള്ളവർ ഇത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക. കാരണം ഇതിൽ ഉയർന്ന ഫൈബർ ചിലരിൽ ദഹനം പെതുക്കിയാക്കാം. ഇപ്പോൾ കഴിക്കേണ്ട രീതിയെക്കുറിച്ച് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അത്ഭുത റാഗിപ്പാൽ നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആയുർവേദ ശാസ്ത്ര പ്രകാരം നമ്മൾ കഴിക്കുന്ന ആഹാരം നേരെ പോയി ഗർഭപാത്രത്തിലോ അണ്ടത്തിലോ എത്തുകയല്ല ചെയ്യുന്നത്. അത് ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പോഷിപ്പിച്ച് ഘട്ടം ഘട്ടമായാണ് ഏറ്റവും ഒടുവിലത്തെ ധാതുവായ ശുക്രധാതു അഥവാ പ്രത്യുത്പാദന കോശങ്ങളിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഈ റാഗി പാലിനൊപ്പം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഈ 3 മാറ്റങ്ങൾ കൂടി നിങ്ങൾ വരുത്തണം. ദിവസവും രാവിലെ 15 മുതൽ 20 മിനിറ്റ് വരെ നിർബന്ധമായും വെയിൽ കൊള്ളുക. നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിന് വിറ്റാമിൻ D ഉണ്ടെങ്കിൽ മാത്രമേ ഈ റാഗി പാലിലുള്ള ഉയർന്ന കാൽഷ്യം ശരീരം പൂർണ്ണമായിട്ട് ആഗിരണം ചെയ്യുകയുള്ളൂ. രണ്ടാമതായി ദിവസവും ലഘുവായ വ്യായാമങ്ങളോ യോഗയോ ചെയ്യാനായിട്ട് ശീലിക്കുക. ഇത് നിങ്ങളുടെ പെൽവിക് ഏരിയയിലേക്കും അതുപോലെ തന്നെ ഗർഭപാത്രത്തിലേക്കും ഉള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കും. രക്തയോട്ടം കൂടുമ്പോൾ സ്വാഭാവികമായി ഈ റാഗി പാലിലെ പോഷകങ്ങൾ വേഗത്തിൽ അവിടെ എത്തും.
അതുപോലെ തന്നെ മൂന്നാമതായി രാത്രി വൈകി ഉറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ശീലം പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും രാത്രി കൃത്യസമയത്ത് ഉറങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ ഹോർമോൺ സന്തുലിതാവസ്ഥ തകിടം മറിയും. വലിയ സങ്കീർണമായ ചികിത്സകളിലേക്ക് ഓടുന്നതിന് മുൻപ് നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക ശേഷിയെ ഉണർത്തുക എന്നതാണ് ഗർഭധാരണത്തിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. സ്വന്തം കൈകൊണ്ട് സ്നേഹത്തോടെ ആത്മവിശ്വാസത്തോടെയും തയ്യാറാക്കുന്ന ഈ ഒരു ഗ്ലാസ് പാൽ വെറും ഒരു പാനീയമല്ല, അത് വരാൻ പോകുന്ന നിങ്ങളുടെ കുഞ്ഞിനായി നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് നൽകുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു 7 ദിവസത്തെ ചലഞ്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോർമലി പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരായിക്കോട്ടെ, IVF IUI ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, നിങ്ങൾ ഈ 7 ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്യൂ. കൂടാതെ കടയിൽ പോയി നല്ല റാഗി വാങ്ങി ഇന്ന് തന്നെ തയ്യാറാക്കി കുടിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വയം നിങ്ങൾ നിരീക്ഷിച്ചു കാണുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങളിൽ പലരുടെയും മനസ്സിലെ സങ്കടങ്ങളുടെ ഭാരം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടിയില്ലാതെ തല താഴ്ത്തി നിൽക്കേണ്ടി വരുമ്പോൾ, ഹോസ്പിറ്റൽ വരാന്തകളിൽ ഓരോ പ്രാവശ്യം പോകേണ്ടി വരുമ്പോൾ ആ ഒരു മാനസികാവസ്ഥ അത് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാകും. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ആ ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. നിങ്ങളുടെ ശരീരം പ്രകൃതിയുടേതാണ്. അതിനെ തിരികെ കൊണ്ടുവരേണ്ടതും പ്രകൃതിയിലേക്ക് തന്നെയാണ്. ഈ ഒരു ഗ്ലാസ് മുളപ്പിച്ച റാഗിപ്പാല് വെറും ഒരു പാനീയമല്ല, ഒരുപാട് പേരുടെ സങ്കടം മാറ്റിയ ഒരു അമൃതാണ്. നിങ്ങളുടെ ഉള്ളിലെ തളർന്നു പോയ കോശങ്ങൾക്ക് ജീവൻ നൽകാനുള്ള ഒരു പോരാട്ടമാണ് ഈ മുളപ്പിച്ച റാഗിപ്പാലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെ നോക്കി നെറ്റിച്ചുളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പറയുക, ഞാൻ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. മനസ്സും അടുക്കാതെ മുന്നോട്ട് പോകുക. നിങ്ങളുടെ കൈകളിൽ ഒരു കുഞ്ഞു ജീവൻ എത്തുന്ന ആ സുദിനം വിദൂരമല്ല. എല്ലാ ദമ്പതികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ. കൂടാതെ നിങ്ങളുടെ ഈ മനോഹരമായ യാത്രയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്യക്തിപരമായി നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ലഭ്യമാണ്. ഈ വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണിക്കാം. ഇത് നോക്കി നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്.